ബോംബെ ഡോങ്കരിയിൽ ജോലി ചെയ്യുന്ന ഹെഡ് കോൺസ്റ്റബിളായ ഇബ്രാഹിം കാസ്കറിന് ഒരു മകൻ ജനിക്കുന്നു. ജോലിസ്ഥലത്ത് നിന്നും ഓടിപ്പിടിച്ച് ആശുപത്രിയിലെത്തിയ അദ്ദേഹം ഒട്ടും താമസിക്കാതെ തന്നെ തൻ്റെ മകനൊരു പേര് നൽകി. പക്ഷേ അയാൾ പോലും അറിഞ്ഞിരുന്നില്ല താൻ ഇടാൻ പോകുന്ന പേര് ഭാവിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തീവ്രവാദികളിൽ ഒരാളായ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഉയർത്തുന്ന, ഇന്ത്യൻ പോലീസുകാർ പോലും വിറച്ചു പോകുന്ന ഒരു പേരായിരിക്കും അതെന്ന്. ആ പേര് 12 മക്കളടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു ഇബ്രാഹിം കാസ്കറിൻ്റേത്. അപ്രതീക്ഷിതമായി വന്ന ഒരു സസ്പെൻഷൻ മൂലം അദ്ദേഹത്തിന്റെ കുടുംബം പട്ടിണിയിലും തെരുവിലേക്കും ഇറങ്ങേണ്ടി വന്നു. പഠിക്കാനൊട്ടും താല്പര്യമില്ലാതിരുന്ന ദാവൂദിന് ഈ കാരണം മൂലം പഠിത്തം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. അങ്ങനെ അന്നു മുതൽ തൻ്റെ വിശപ്പടക്കാനും കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും അയാൾ ഒരു തെരുവുഗുണ്ടയും പിടിച്ചുപറിക്കാരനുമായി മാറി. എന്നാൽ അതൊന്നും കൊണ്ട് അവരുടെ വിശപ്പടക്കുവാൻ ഒരുപാട് നാൾ അവന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ദാവൂദും സഹോദരൻ ഷാബിർ ഇബ്രാഹിമും പയ്യെ പയ്യെ ബോംബെ അധോലോകത്തിന്റെ പ്രലോഭനത്തിൽ വീഴുവാൻ ആരംഭിച്ചു. 1970-കളിൽ ബോംബെ അടക്കി ഭരിച്ചിരുന്ന 3 പേരായിരുന്നു ഹാജി മസ്താൻ, കരീം ലാല, ഭരതരാജ് മുതലിയാർ. ഇവരുടെ ഒപ്പം ഇടം പിടിക്കുവാനായിരുന്നു ദാവൂദിന്റെ ലക്ഷ്യം. എന്നാൽ അത്ര എളുപ്പമായിരുന്ന ഒന്നായിരുന്നില്ല അത്. പക്ഷേ ദാവൂദ് ചെറിയ ചെറിയ പടികളായി കയറുവാൻ ആരംഭിച്ചു. 1970-ന്റെ തുടക്കത്തിൽ ദാവൂദും സഹോദരൻ ഷാബിർ ഇബ്രാഹിമും അന്ന് അവിടുത്തെ ലോക്കൽ ഗ്യാങ്സ്റ്റർ ആയിരുന്ന ബാഷു ദാദയുടെ ഒപ്പം ചേർന്നു. ബാഷു ദാദയുടെ ചെറുകിട ബിസിനസ്സുകൾക്കെല്ലാം സഹായിയായി അവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു നാൾ ബാഷു ദാദ കാരണം ദാവൂദിന്റെ അച്ഛന് വലിയൊരു അപമാനം തന്നെ നേരിടേണ്ടി വന്നു. ഒരുപാട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ബാഷു ദാദ ഇബ്രാഹിം കാസ്കറിനെ അപമാനിച്ചു വിട്ടു. ആ കാര്യം അറിഞ്ഞ ദാവൂദ് ബാഷു ദാദയ്ക്കെതിരെ പ്രതികാരം ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ബോംബെ ചരിത്രത്തിൽ ആദ്യമായി സോഡാ കുപ്പികളും കുപ്പിച്ചിലും ആയുധമാക്കി ദാവൂദ് ബാഷുദാദയും സംഘത്തിനുമെതിരെ ഇതെല്ലാം എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. അങ്ങനെ ഇബ്രാഹിം കാസ്കർ അനുഭവിച്ചതിനേക്കാൾ 10 മടങ്ങ് അപമാനം ബാഷുദാദ നേരിട്ടു. വളരെയധികം അപമാനിതനായ ബാഷുദാദ അധോലോകത്തിൽ നിന്നും ഒരിടവേള എടുത്തു. അതോടൊപ്പം കൂടി ബാഷുദാദ നയിച്ചുകൊണ്ടിരുന്ന ഡോങ്ക്രി ഗ്യാങ് സ്വാഭാവികമായി ദാവൂദിന്റെ കൺട്രോളിൽ വന്നു. ദാവൂദ് ഗ്യാങ്ങിന്റെ അന്നത്തെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു പഠാൻ ഗ്യാങ്. പഠാൻ ഗ്യാങ്ങിന്റെ തലവനായിരുന്നു ബോംബെ അടക്കി ഭരിച്ചിരുന്ന 3 പേരിൽ ഒരുവനായ കരീം ലാല. ദാവൂദിന് മാത്രമായിരുന്നില്ല, അന്നത്തെ പോലീസുകാർക്കും വലിയ തലവേദനയായിരുന്നു കരീം ലാലയുടെ പഠാൻ ഗ്യാങ്. ബോംബെ ഡോങ്കരിയിൽ SHO ആയിരുന്ന രൺബീർ ലിക്ക പഠാൻ ഗ്യാങ്ങിനെ കൊണ്ട് വളരെയധികം പൊറുതിമുട്ടിയിരുന്നു. തൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നടക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ കൊണ്ട് തടുക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ മുഹമ്മദ് ഇക്ബാൽ നാട്ടിക്കിനെ അദ്ദേഹം കാണുവാൻ ഇടയാവുന്നത്. കണ്ട ഉടൻ തന്നെ നാട്ടിക് ചോദിച്ചത് ലിക്കയുടെ മുഖത്തുള്ള ആ വിഷമത്തെക്കുറിച്ചാണ്. ലിക്ക തൻ്റെ വിഷമം നാട്ടിക്കിനെ അറിയിച്ചു. ഇത് കേട്ട നാട്ടിക് ഒരു ഉത്തരം നൽകി.
ഇരുമ്പിനെ ഇരുമ്പ് കൊണ്ട് തന്നെ അടിക്കണം. അതായത് പഠാൻ ഗ്യാങ്ങിനെ തകർക്കുവാൻ അവൻ തന്നെ കളത്തിലിറങ്ങണം. ദാവൂദ് ഇബ്രാഹിം, അവന് മാത്രമേ അത് സാധിക്കുള്ളൂ. ഇത് കേട്ട ലിഖ അവനെ കൊണ്ടൊന്നും ഇത് സാധിക്കില്ല, അവൻ വെറുമൊരു കൊച്ചു പയ്യനാണെന്നും പറഞ്ഞ് നാട്ടികിനെ പുച്ഛിച്ചു തള്ളി. പക്ഷേ ലിക്കയുടെ ആ പുച്ഛം ഒരുപാട് നാൾ നീണ്ടു നിന്നിരുന്നില്ല. ഒരു നാൾ തൻ്റെ ജീപ്പിൽ യാത്ര ചെയ്തു പൊയ്ക്കൊണ്ടിരുന്ന ലിക്ക തൻ്റെ മുമ്പിൽ വലിയൊരു ജനക്കൂട്ടത്തെ കാണുകയാണ്. എന്താണ് സംഭവമെന്നറിയുവാൻ വേണ്ടി ഇറങ്ങിച്ചെന്ന ലിക്ക കാണുന്നത് 6 അടി ഉയരമുള്ള പഠാൻ ഗ്യാങ്ങിലെ ഒരുവനെ ദാവൂദ് ഇടിച്ച് ചോര തുപ്പിക്കുന്ന രംഗമാണ്. ഇത് കണ്ട അന്ന് തന്നെ ലിക്ക ഒരു കാര്യം ഉറപ്പിച്ചു: പഠാൻ ഗ്യാങ്ങിൻ്റെ അവസാന വിധി എഴുതുവാനുള്ള ആ വജ്രായുധം അത് ദാവൂദ് തന്നെയാണെന്ന്. അങ്ങനെ അന്ന് മുതൽ ദാവൂദിന് വലിയൊരു പോലീസ് പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഇത്രയും എളുപ്പമായപ്പോൾ ദാവൂദ് തൻ്റെ സാമ്രാജ്യം വളർത്തിയെടുത്തു. അതോടൊപ്പം ശത്രുക്കളും ഉയർന്നു. അതോടൊപ്പം ഡി കമ്പനി എന്ന അവരുടെ ക്രിമിനൽ സിൻഡിക്കേറ്റും വളർന്നു. ഡി കമ്പനിയുടെ വളർച്ച കണ്ട ഹാജി മസ്താൻ ദാവൂദിനെ തീർക്കുവാൻ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ അന്ന് വലിയൊരു ഗ്യാങ് വാർ തന്നെ ബോംബെ നഗരം സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഹാജി മസ്താൻ വെച്ച കെണി ദാവൂദിനായിരുന്നെങ്കിലും അതിൽ വീണുപോയത് ദാവൂദിൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്നു. തൻ്റെ സഹോദരൻ്റെ തിരോധാനത്തിന് കാരണമായ ആളുകളെ ദാവൂദ് വെറും മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരെ കണ്ടുപിടിച്ച് കൊന്നുകളഞ്ഞിരുന്നു. അതോടുകൂടി ഡി കമ്പനിയുടെ ഒരേ ഒരു രാജാവായി ദാവൂദ് വളർന്നു. '86 കാലഘട്ടത്തിൽ ദുബായിലേക്ക് പറന്ന ദാവൂദ് വലിയൊരു ബിസിനസ്മാൻ ആവുകയും ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളായ ഡ്രഗ്സ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നീ വ്യവസായങ്ങളിലെ പ്രധാന കണ്ണിയായി മാറുകയും ചെയ്തു. ഇതോടെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരു ക്രിമിനലായി അയാൾ മാറി. 93-ൽ ബോംബെ നഗരത്തെ നടുക്കിയ ആ വലിയൊരു ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ദാവൂദിൻ്റെ കറുത്ത കരങ്ങളാണ്. സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള RDX സപ്ലൈ ചെയ്തത് ദാവൂദായിരുന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം ദാവൂദ് ഇന്ത്യയിലേക്ക് തിരിച്ചു മടങ്ങി വന്നിട്ടില്ല. ഇന്ത്യയിലുള്ള ആരും അയാളെ കണ്ടിട്ടുമില്ല. ഇന്നും ദാവൂദ് മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്ന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ജീവനോടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല? പാകിസ്ഥാനിൽ ഒളിച്ചു താമസിക്കുന്ന ദാവൂദിനെ എന്തുകൊണ്ട് പാകിസ്ഥാൻ സർക്കാർ വിട്ടുകൊടുക്കുന്നില്ല? ഇന്നും ഉത്തരം കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ധനികനും അപകടകാരിയുമായ ഒരുവനാണ് ദാവൂദ് ഇബ്രാഹിം കാസ്കർ.